അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ബറാഅത്ത് അനുഗ്രഹീതമായ രാവ് നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു. അൽഹംദുലില്ലാഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, 5 രാത്രികളിൽ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. അതിൽ ഒരു രാത്രിയാണ് നമ്മിലേക്ക് വരുന്ന ശഅബാൻ 15-ന്റെ രാവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേരളത്തിൽ ബറാഅത്ത് രാവ് വരുന്നത് തിങ്കൾ രാത്രിയും നോമ്പ് ചൊവ്വാഴ്ചയുമാണ്. അതുപോലെ വിദേശത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബറാഅത്ത് രാവ് തിങ്കളാഴ്ച രാത്രിയും നോമ്പ് ചൊവ്വാഴ്ചയുമാണ്. എല്ലാവരും ഡേറ്റ് മനസ്സിലാക്കി വെക്കുക. മഹത്തുക്കൾ പറയുന്നു, വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങളെ മായ്ച്ചു കളയാൻ കാരണമാകുന്നത് പോലെ ബറാഅത്ത് രാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീത രാവാണ് ബറാഅത്ത് രാവ്. ഹദീസിൽ കാണാം, ആ രാത്രിയിലാണ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടക്കുന്നത്. മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇറക്കുന്നതും ആ രാത്രിയിലാണ്. അള്ളാഹുവിന്റെ വിധി തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ്. അതിനാൽ തന്നെ ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതി പ്രത്യേകം ദുആ ചെയ്യുന്ന രീതി മുൻഗാമികൾ ചെയ്തു വരുന്ന ഒരു പതിവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓരോ യാസീനും ഓതുമ്പോൾ അതിന് മുമ്പ് പ്രത്യേകം നിയ്യത്ത് മനസ്സിൽ കരുതി യാസീൻ ഓതുക. ആദ്യത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങി ആഫിയത്ത് കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നീങ്ങി നമ്മുടെ റിസ്കിൽ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ യാസീൻ നമ്മുടെ അന്ത്യം, മരണം നന്നാകാൻ വേണ്ടിയാണ്. മരിക്കുന്ന സമയം ഈമാൻ കിട്ടി ആഖിബത്ത് നന്നായി വിട പറയാൻ വേണ്ടിയാണ്. ഓതാൻ പറ്റാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആൻ അല്ലാത്ത എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും നിങ്ങൾക്ക് പതിവാക്കാം. അവർ വിഷമിക്കേണ്ടതില്ല. അവർക്ക് അതേ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. യാ ഹയ്യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ ഇവർക്ക് ഈ രാത്രിയിൽ പതിവാക്കാം. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ എല്ലാം ചൊല്ലാം. ആ ദിവസം മെൻസസ് ആയതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ശഅബാൻ പകുതിയുടെ രാത്രി അല്ലാഹുവിന്റെ റഹ്മത്ത് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അതിനാൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും, ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. എല്ലാവരും ആ രാത്രി പാഴാക്കാതിരിക്കുക. പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്ത് ചെയ്യുന്നു. കൂടാതെ ഈ ചാനലിൽ ഉള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.